ഹലോ എവരിവൺ, ഞാനിന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് സ്റ്റൂഡർ എന്ന് പറഞ്ഞ ഇൻവെർട്ടറാണ്. ഇത് ഒരു സ്വിസ് മെയ്ഡ് ബ്രാൻഡാണ്. ഇത് 1987 തൊട്ടുള്ള ബ്രാൻഡാണ്. ഓൾമോസ്റ്റ് 35 വർഷം കഴിഞ്ഞു ഈ ബ്രാൻഡ് വന്നിട്ട്. ഇതുവരെ ഒരു 150 കൺട്രീസിൽ, ഡിഫറെൻറ്റ് കൺട്രീസിൽ ഈ ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ റോളൻ സ്റ്റൂഡർ എന്ന് പറഞ്ഞ ഒരു ആളാണ് ഈ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ. മോഡലായിട്ട് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം കൂടെ വെച്ചിട്ട് ആണ് നമ്മൾ ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഈ സ്റ്റൂഡർ എന്ന് പറഞ്ഞ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1987 ആണ്. അന്ന് തൊട്ട് വേൾഡ് വൈഡായിട്ട് ഈ സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ നമുക്ക് കുറേ അധികം വേർഷൻസിൽ, വേരിയൻസിൽ ഇത് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഏറ്റവും ബേസ് ആയിട്ടുള്ള വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ AJ സീരീസ് ആണ്. അത് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. 2019 വരെ ഉണ്ടായിരുന്നു. ആക്ച്വലി 25 വർഷം മുമ്പ് തൊട്ടേ ഈ AJ സീരീസ് ഇന്ത്യയിലുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത വേർഷൻ വന്നിട്ട് എക്സ്റ്റൻഡർ സീരീസ് ആണ്. നമുക്ക് ഇവിടെ ഇരിക്കുന്നത് എക്സ്റ്റൻഡർ സീരീസിലുള്ള ഇൻവെർട്ടറാണ്. അത് 2600 VA, 4000 VA, 6000 VA ആൻഡ് 8000 VA ആണ് നമുക്ക് വരുന്നത്. അതിൽ നിലവിൽ 2600 VAയും 4000 VAയും ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ ഓഫീസിലാണ് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രൈസ് നമുക്ക് കുറവാണ്. ഇപ്പം നമുക്ക് 6000 VA നമ്മൾ ഡയറക്റ്റ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് എടുക്കുമ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ 6000ഉം 8000ഉം നമുക്ക് വേണമെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് എടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ വിത്തിൻ 3 months ഇവിടെ ഇന്ത്യയിൽ അത് അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ബിഗ്ഗർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഇൻവെർട്ടറുകൾ വന്നിട്ട് മോഡുലർ ടൈപ്പാണ്. അതായത് ഇൻവെർട്ടർ ആൻഡ് ചാർജർ അത് ഒരു ഡിവൈസാണ്. പിന്നെ അതിൻ്റെ MPPT ആൻഡ് കൺട്രോളേഴ്സ് നമുക്ക് വേറൊരു ഡിവൈസാണ്. പിന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ വേറെയാണ്. അപ്പോൾ എല്ലാം വെളിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മോഡുലർ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് സ്കെയിൽ ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് ഏത് രീതിയിലും സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സോളാർ പാനലിൻ്റെ കപ്പാസിറ്റി കൂട്ടാനാണെങ്കിലോ ഇല്ല ഇൻവെർട്ടർ കപ്പാസിറ്റി കൂട്ടാനാണെങ്കിലോ പല മെത്തേഡ്സ് വഴിയും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലി DC കപ്ലിങ്ങിലാണ് ഈ സിസ്റ്റം വരുന്നതെങ്കിലും നമുക്ക് AC കപ്ലിങ്ങിലും ചെയ്യാൻ പറ്റും, AC DC കപ്ലിങ്ങിലും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മിനി ഗ്രിഡ്സിൽ നമുക്ക് ഈ സിസ്റ്റങ്ങൾ ചെയ്യാൻ പറ്റും. വേൾഡ് വൈഡിൽ പല രീതിയിലും ഈ ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ജനറേറ്ററും ഒക്കെ ആയിട്ട് കപ്പിൾ ചെയ്തിട്ട് നമുക്ക് ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ AJ സീരീസ് ഉണ്ട്, എക്സ്റ്റൻഡർ സീരീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് 3 എന്ന് പറഞ്ഞ ഇൻവെർട്ടർ 2022 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ഇതുവരെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. അത് 15 കിലോവാട്ടിൻ്റെ 3 phase ഇൻവെർട്ടറാണ്. ഈ വർഷം നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞ ഇൻവെർട്ടർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉടനെ തന്നെ വരുമെന്ന്. അപ്പോൾ എന്തായാലും ഇനിയും കൂടുതലായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെർട്ടറുകൾ വെച്ച് നമ്മൾ ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മൾ ഈ ഇൻവെർട്ടറുകൾ വെച്ചിട്ട് ഒരു 24 കിലോവാട്ടിൻ്റെയും 12 കിലോവാട്ടിൻ്റെയും 5 കിലോവാട്ടിൻ്റെയും പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. കായംകുളത്ത് ചെയ്യാൻ പോകുന്ന 24 കിലോവാട്ടിൻ്റെ പ്രോജക്റ്റിൽ 6 ഇൻവെർട്ടറുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6 ചാർജ് കൺട്രോളറാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ 30 kWh ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററീസാണ് അതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റ് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള, കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഞങ്ങൾ കരുതുന്നു. അതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പം ഇതിനകത്ത് ഒത്തിരിയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻവെർട്ടർ മാത്രമല്ല, 24 കിലോവാട്ടിൻ്റെ ഒരു ഇൻവെർട്ടർ മാത്രമല്ല, 6 ഇൻവെർട്ടറുകൾ വെച്ചിട്ട് 6 ചാർജ് കൺട്രോളർ വെച്ചിട്ട് എല്ലാം കുറേ അധികം കാര്യങ്ങൾ, കുറേ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് വേണം ഈ പ്രോജക്റ്റ് ചെയ്യാൻ. ഞങ്ങൾ സ്റ്റൂഡറിൻ്റെ സർട്ടിഫൈഡ് ഇൻ്റഗ്രേറ്റേഴ്സ് ആണ്. അപ്പോൾ വി ആർ ഓൾസോ ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രം സ്റ്റൂഡർ. അപ്പോൾ അതെന്തായാലും അങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 3 എന്ന് പറഞ്ഞ ഇൻവെർട്ടറിൽ നെക്സ്റ്റ് 3 ലോഞ്ചിന് പേഴ്സണലി ഐ വാസ് ഇൻവൈറ്റഡ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ആ ഇൻവെർട്ടർ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, അപ്പം എന്തായാലും ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോൾ ചാർജ് കൺട്രോളർ വരുന്നുണ്ട്. ഇതിൽ ഈ ബോക്സിൽ എക്സ്കോം ലാനും എക്സ്കോം ക്യാനും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു RCC എന്ന് പറഞ്ഞൊരു കൺട്രോളറാണ്. അത് ഇൻറ്റഗ്രേറ്റേഴ്സിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സംഭവം പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാ സംഭവങ്ങളും ഞങ്ങൾ കാണിച്ചു തരാം. ഈ ഇൻവെർട്ടറുകൾ മാത്രമല്ലാതെ വേറെ അധികം കുറേ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്നത്. കുറേ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒത്തിരിയും അതിൻ്റെ റേറ്റിംഗ്സുള്ള കേബിൾസ് ആണെങ്കിലും DB ബോക്സുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് വീഡിയോ കൂടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഈ 3 പ്രോജക്റ്റുകളും വീടുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് ചൂടുന്ന ഇൻവെർട്ടറുകൾ വെച്ചിട്ട് AC കപ്ലിങ്ങോ DC കപ്ലിങ്ങോ DC കപ്ലിങ്ങോ നമുക്ക് ചെയ്യാം. ഇൻവെർട്ടറിനാണെങ്കിലും ചാർജ് കൺട്രോളറിനാണെങ്കിലും 10 years ആണ് വാറണ്ടി വരുന്നത്. ഇപ്പോൾ സാധാരണ അറിയാമല്ലോ, ഒരു ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിന് 10 years വാറണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ആ ഇൻവെർട്ടറിലോട്ട് ഇല്ലെങ്കിൽ ആ ഒരു ഡിവൈസിലോട്ട് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഈ ഇൻവെർട്ടറുകൾ മിലിറ്ററി ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ഗാൽവനിക് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. അതുകൊണ്ട് ലോഡ് എപ്പോഴും സേഫ് ആയിരിക്കും. അതാണ് മിക്കവാറും നമ്മൾ ഹൈ എൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം അല്ലെങ്കിൽ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഇൻവെർട്ടറുകൾ കൂടുതൽ സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം. അതുമാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റിയുടെ ട്വൈസ് 5 സെക്കൻഡ്സിലിട്ട് സർജ് എടുക്കാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ കുറേയധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട് ഈ ഇൻവെർട്ടറിന്. എന്തായാലും ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ സാധാരണ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാം, ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹൗസ് ബോട്ടുകൾ ഇല്ലെങ്കിൽ അതുപോലെ ബോട്ടുകൾക്ക് പവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. കാരവാൻസിൽ നമുക്ക് പവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. കാര്യം എൻജിൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പവർ ആവശ്യമുണ്ടല്ലോ. അതായത് ഒത്തിരിയും ഇപ്പോൾ മെഷീൻസ്, അതായത് കുറേ ബോട്ടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ട്രിപ്പുകളിൽ പോകുന്ന വോയേജിൽ പോകുന്ന കുറേ ബോട്ടുകളിൽ ഒക്കെ ഈ ഇൻവെർട്ടറുകൾ വെച്ച് പവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്കിത് പറ്റും. പിന്നെ അതായത് മിനി ഗ്രിഡ്സ്, ഏകദേശം ഒരു 200 മിനി ഗ്രിഡ്സ് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഈ വില്ലേജ് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഏരിയയിൽ ഒരു 50 വീടുകളുണ്ട്. അവിടെ നമുക്ക് ഒരു ഗ്രിഡിൻ്റെ കണക്ഷൻ കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഈ ചൂടുന്ന ഇൻവെർട്ടറുകൾ വെച്ചിട്ട് നമുക്കൊരു മിനി ഗ്രിഡ് തന്നെ അവിടെ ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് വേറെ കുറേ സോഴ്സുകൾ, ഇപ്പോൾ സോളാർ പാനൽ കണക്ട് ചെയ്യാം, ചെറിയ ഹൈഡ്രോ ടർബൈൻസ് കണക്ട് ചെയ്യാം, ചെറിയ വിൻഡ് ടർബൈൻസ് കണക്ട് ചെയ്യാം, ഡീസൽ ജനറേറ്ററുകൾ കണക്ട് ചെയ്യാം. അപ്പം മൾട്ടിപ്പിൾ സോഴ്സുകൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു അൺഇൻറ്റർപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ നമുക്ക് കിട്ടും. പിന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആക്ച്വലി ബാറ്ററി ടെക്നോളജിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 11 ലെവൽ വരെയുള്ള ടെക്നോളജികളാണ് ഇപ്പോൾ ഉള്ളത്. ഈ 11 ടെക്നോളജിയിലുള്ള ബാറ്ററീസ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണെങ്കിലും ഇല്ല സൂപ്പർ ക്യാപ്സ് ആണെങ്കിലും ഏതാണെങ്കിലും ഈ ഇൻവെർട്ടറിൽ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മോഡലായിട്ട് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം കൂടെ വെച്ചിട്ട് ആണ് നമ്മൾ ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസാണ്. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകും. വെൽ പാക്ഡ് ആയിട്ടാണ് സംഭവം വന്നിരിക്കുന്നത്. എന്താ അതിനകത്ത് സ്പോഞ്ചൊക്കെ വന്നിട്ടുണ്ട്. സംഭവം വന്നിരിക്കുന്നത് എന്താ ഇതിനകത്ത് ഈ ഒരു ബോക്സിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ എന്താ, ഇത് എക്സ്കോം ലാൻ ആണ്. ഇതാണ് നമ്മുടെ, അതായത് ഇതിൻ്റെ സ്കാഡ കൺട്രോളും കാര്യങ്ങളും റിമോട്ട് മോണിറ്ററിങ്ങും എല്ലാം ഈ ഒരു സംഭവം ഈ ഡിവൈസ് വെച്ചിട്ടാണ് വരുന്നത്. അതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ പാക്കിങ്ങിൽ എക്സ്കോം ലാൻ വരുന്നത്. ഓരോത്തിനും ഓരോ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 2 സാധനം കൂടെ ചേർന്നിട്ടാണ് എക്സ്കോം ലാൻ എന്ന് വരുന്നത്. കണ്ടോ, ഇതൊരു മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കുറേ ഡേറ്റ കേബിൾസും അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ബോക്സിൽ വന്നിരിക്കുന്നത്. അടിയിലും എന്തൊക്കെ ഉണ്ടല്ലോ, അടിയിലും എന്തോ ഇത് മൗണ്ട് ചെയ്യാനുള്ള ബ്രാക്കറ്റ്സും അതിൻ്റെ ഡേറ്റ കേബിളും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. കേട്ടോ, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമുക്ക് എക്സ്കോം ലാൻ വരുന്നത്. ഇനി അടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് എക്സ്കോം ക്യാൻ. കണ്ടോ, എക്സ്കോം ക്യാൻ. ഇതെന്ന് വെച്ചാൽ
നമ്മുടെ ലിഥിയം ബാറ്ററിയും ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ലിഥിയം ബാറ്ററി വെച്ച് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് നമ്മൾ എക്സ്കോം ക്യാനാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതും ഇതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻ എങ്ങനെയുള്ള ഡയഗ്രാമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ എസ്കോം ക്യാൻ കണ്ടോ. എസ്കോം ക്യാനും എസ്കോം ലാനും കണ്ടോ. അതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ വേരിയോ ട്രാക്ക് എങ്ങനെ ഇരിക്കുന്നുള്ളൂ. ഇതിന് ഈ ബോക്സിലാണ് വേരിയോ ട്രാക്ക് വരുന്നത്. ഈ വേരിയോ ട്രാക്കിൽ എന്തൊക്കെയാണ് വരുന്നത് കാര്യം ഞാൻ കാണിക്കും. VT80 എന്ന് പറഞ്ഞ ചാർജ് കൺട്രോളറാണ് ഞാൻ അടുത്തായിട്ട് തുറന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. അത് ഇതിങ്ങനെ ഒരു തെർമോകോൾ ബോക്സ്. ഇതാണ് നമ്മുടെ വേരിയോ ട്രാക്ക്. വിളിക്കുമ്പോൾ തന്നെ ഇത് തിരിഞ്ഞായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ VT80 ചാർജ് കൺട്രോൾ. ഇത് 80 ആംസിലാണത് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 10 ആംസ്, 30 ആംസ്, 50 ആംസ്, 70 or 80 ആംസ് ഈ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ VT80 ചാർജ് കൺട്രോളർ. അപ്പം നമ്മൾ 24 കിലോ വാട്ടിൻ്റെ പ്രോജക്റ്റിൽ ഇതുപോലത്തെ 6 എണ്ണം വയ്ക്കുന്നുണ്ട്. 12 കിലോ വാട്ടിൻ്റെ പ്രോജക്റ്റിൽ നമ്മൾ ഇതുപോലത്തെ 3 എണ്ണം വയ്ക്കുന്നുണ്ട്. 5 കിലോ വാട്ടിൻ്റെ പ്രോജക്റ്റിൽ ഒരെണ്ണം വയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചാർജ് കൺട്രോളർ. ഇനി ഞാൻ സ്റ്റൂഡറിൻ്റെ XTM 4000 VA ഇൻവെർട്ടറുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ XTM 4000 VA ഇൻവെർട്ടർ. ഇതിനകത്ത് കുറേ LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് കണ്ടോ. ഇതാണ് XTM 4048 ഹൈബ്രിഡ് ഇൻവെർട്ടർ ചാർജർ എക്സ്റ്റൻഡർ സീരീസ് ആണിത്. ഇത് 4000 VA ഇൻവെർട്ടറാണ്. ഇതിനകത്ത് ബോക്സിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻവെർട്ടർ വരും. നല്ല നീറ്റ്ലി പാക്ക് ചെയ്ത ഇൻവെർട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് കേബിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഡേറ്റ കമ്മ്യൂണിക്കേഷനൊക്കെ. അപ്പം നമ്മൾ ഇതുപോലത്തെ 3 ഇൻവെർട്ടർ വെച്ച് 12 കിലോ വാട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 6 ഇൻവെർട്ടർ വെച്ചിട്ട് 24 കിലോ വാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് 5 കിലോ വാട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റലേഷൻ വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. ഇതല്ലാതെ ഇനി ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടാണ് ഓരോ പ്രോജക്റ്റും നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ പ്രയോജനങ്ങളും കാര്യങ്ങളും അതിൻ്റെ വർക്കിംഗ് മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. അത് ഓരോ സിസ്റ്റം ഓരോ സൈറ്റിലെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് ഇത് വെച്ച് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ ചാർജ് കൺട്രോളറും ഇതുപോലെ തന്നെ ഇത് VT80 ആണ്. അത് തന്നെ VS എന്ന് പറഞ്ഞ ചാർജ് കൺട്രോളർ വരുന്നുണ്ട്. അതാണ് സ്പേസ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ മിലിറ്ററി ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറഞ്ഞല്ലോ ഇതിനകത്തൊരു ഗാൽവനിക് ഐസൊലേഷൻ ട്രാൻസ്ഫോർമർ വരുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് സേഫ് ആയിരിക്കും. ഓക്കെ.